അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഓട്സ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂണിലും താഴെ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഓട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് പാലൊക്കെ ഓൾറെഡി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് പുറത്തോട്ട് വരാനും അതേപോലെ കട്ട കെട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓട്സ് നന്നായിട്ട് തന്നെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഞാനിതിലേക്ക് ഈ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും നമ്മുടെ ഈ ഒരു ഓട്സ്. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓട്സ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ആകെ ഒരു 15 മിനിറ്റാണ് ഈ ഒരു ഓട്സ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി മതി, കാരണം ഇത് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ ഒരു കുറുകിയ പാകമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള കാഷ്യൂനട്ടും അതേപോലെ റൈസിൻസൊക്കെ റെഡിയാക്കി വെക്കാം. റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെണ്ണ ചേർത്ത് കൊടുത്താലും മതി, അതല്ലാതെ ഒരിക്കലും ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേക്ക് ഈ ഒരു ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ബദാമും അതേപോലെ പിസ്ത, വാൾനട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓട്സ് പൊടിക്കുന്നതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഉണക്കമുന്തിരി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കാഷ്യൂനട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു എണ്ണയോട് കൂടെ വേണം നമ്മൾ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം വെളിച്ചെണ്ണ കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കാതെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കാഷ്യൂനട്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സിലേക്ക് നമ്മുടെ ഈ ഒരു റൈസിൻസോ അതേപോലെ കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിന് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതേപോലെ ഈ ഒരു റോസ്റ്റ് ചെയ്യുന്ന ഭാഗം കൂടെ സ്കിപ്പ് ചെയ്യുക. അതിന് പകരം അവസാനം ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓട്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്